വലിയ ഊർജിതമായി തന്നെ രക്ഷാപ്രവർത്തനം ഇപ്പോൾ നടക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും ഈ മഴ കാരണം 2 ദിവസമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ എന്നിട്ടും ഈ മഴയുടെ ആധിക്യമുള്ളപ്പോൾ അല്ലെങ്കിൽ വലിയ രീതിയിൽ വെള്ളപ്പാച്ചിലുണ്ടായപ്പോൾ എങ്ങനെയാണ് ജോലിസ്ഥലത്തെ കാര്യങ്ങളെന്ന് വിലയിരുത്താനായി എത്തിയ ഉദ്യോഗസ്ഥരാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് നമുക്ക് നേരത്തെ ഈ കമ്പനിയുടെ ആളുകൾ തന്നെ അല്ലെങ്കിൽ അവരോടൊപ്പം പണി ചെയ്തിരുന്ന ആളുകൾ പറഞ്ഞത്. അതിൽ സീനിയർ മാനേജർ അടക്കമുള്ള ആളുകൾ ഈ പ്രവൃത്തി വിലയിരുത്താൻ വേണ്ടി എത്തി. അപ്പോഴാണ് ഈ അപകടം നടക്കുകയും ചെയ്തത്. എന്തായാലും 3 മരണമാണ് ഇപ്പോൾ ഔദ്യോഗികമായി പോലീസ് സ്ഥിരീകരിക്കുന്നത്. 5 പേരെ കാണാനുണ്ടെന്ന് പറയുന്നത്. നമുക്കൊപ്പം നമ്മുടെ വയനാട്ടിലെ പ്രതിനിധി ജയരാജ് ഉണ്ട്. ജയരാജ്, പോലീസ് ഇപ്പോഴും പറയുന്നത് 3 മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു എന്നാണ് അല്ലേ? തീർച്ചയായും നമ്മൾ ഇവിടുന്ന് ഒരു പ്രാദേശികമായി കിട്ടുന്ന ഒരു മരണമാണ് പലപ്പോഴും നമ്മൾ പറയുന്നത്. ആരും ഒന്നും സ്ഥിരീകരിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ പോലീസിൽ നിന്ന് നമുക്ക് കിട്ടിയത് 3 മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 5 പേര് മിസ്സിംഗ് ഉണ്ട്. അതാണ് ഇപ്പോൾ പറയുന്നത്. കാരണം 18 പേരാണ് പോയത് എന്നാണ് പറയുന്നത്. അതിൽ ഏകദേശം ആളുകൾ 7 പേര് ആശുപത്രിയിലുണ്ട്. അതാണ് ഇപ്പോൾ കിട്ടുന്ന ഒരു വിവരം. പക്ഷേ ഇവിടെ പറയുമ്പോൾ ഒരു ബോഡി കൊണ്ടുപോയത് തന്നെയൊക്കെ പറഞ്ഞിട്ടാണ് മരണങ്ങൾ കൂടി വരുന്നത്. പക്ഷേ ഇപ്പോൾ സ്ഥിരീകരിച്ചത് 3 മരണം എന്നാണ് ഇപ്പോൾ നമുക്ക് ഔദ്യോഗികമായി കിട്ടിയിട്ടുള്ളത്. അതായത് നമ്മളിവിടെ നിന്നപ്പോൾ അല്പസമയം മുമ്പ് കൊണ്ടുപോയ 2 മൃതദേഹ ശരീരങ്ങളടക്കം 3 മൃതദേഹങ്ങൾ ഇപ്പോൾ ആശുപത്രിയിലുള്ളതെന്നാണ് പറയുന്നത്. ബാക്കി ചികിത്സയിലും പിന്നെ കാണാനുള്ള ആളുകളും 5 പേരെ കാണാനുണ്ട്. 5 പേരെ കാണാനുണ്ട്. 3 പേരുടെ മരണം സ്ഥിരീകരിച്ച് 5, 3, 8 പോയിട്ട് 9 പേരല്ലേ അവിടെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന നേരത്തെ കണക്കുകൾ പുറത്തു വന്നു. അങ്ങനെയാണെങ്കിൽ 18 ആയിരിക്കും. ഇപ്പോൾ ഇവിടെ അതായത് നമ്മൾ പറഞ്ഞു വരുമ്പോൾ സാധാരണ ഇവർ പഞ്ചിങ് ചെയ്തിട്ടാണ് പോവാറെന്നാണ് പറയുന്നത്. പക്ഷെ ഇന്ന് കറണ്ടിന്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ ഈ പഞ്ചിങ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവർ പറയുന്ന ആ ഒരു ഇതേ നമുക്ക് 18 എന്നുള്ളത് കണക്കാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ആളുകൾ സംശയം പറയുന്നത് അവരവിടെ നോക്കാൻ വേണ്ടി പോയതാണെന്ന്. പ്രത്യേകിച്ച് ജോലികളൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷെ അത് എത്ര ആൾ പോയിട്ടുണ്ട്, ഇനി കുട്ടികൾ കൂടെ ഉണ്ടോ ഒന്നും അറിയില്ല. അതായത് പഞ്ച് ചെയ്തിട്ട് പോകേണ്ട സാഹചര്യമില്ല എന്ന് വെച്ചാൽ നോക്കാൻ പോയതുകൊണ്ട് തന്നെ ചിലപ്പം ഒരു ഡ്യൂട്ടി എന്ന രീതിയിലായിരിക്കില്ല. അല്ല, ഡ്യൂട്ടി ആയിട്ടല്ല പോയത്. ഇന്ന് ഓൾറെഡി വർക്ക് നിർത്തിവെച്ച ദിവസമാണെന്ന് അതൊക്കെ പിന്നീടാണ് നമുക്ക് അറിയുന്നത്. വർക്ക് നിർത്തിവെച്ച ദിവസമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒന്ന് നോക്കാം എന്നുള്ളൊരു രീതിയിൽ പോയതാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നൊരു കാര്യം. അപ്പോൾ എന്തായാലും ഇനിയും ആളുകളെ കിട്ടാനുണ്ട്. പക്ഷെ കൂടുതൽ ആളുകളുണ്ടോ എന്നുള്ളത് ഇനി അവരുടെ എണ്ണത്തിൽ നിന്ന് നമുക്ക് കിട്ടുള്ളൂ. പക്ഷെ അവർ പറഞ്ഞിരിക്കുന്നത് 18 പേരെന്നാണ്. അതൊരു പക്ഷേ തൊഴിലാളികളായിരിക്കാം. പക്ഷേ ഇന്ന് ഡ്യൂട്ടി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇനി അവരുടെ കൂടെ ആരെങ്കിലും പോയിട്ടുണ്ടോ എന്നുള്ള ഒന്നും നമുക്ക് പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഒപ്പം പക്ഷെ നാട്ടുകാരൊന്നുമില്ല, അല്ലെങ്കിൽ സഞ്ചാരികളെ പോലുള്ള ആ സമയത്ത് അതുവഴി യാത്ര ചെയ്ത് പോയ ആളുകളൊന്നും പെട്ടതായി അറിവില്ല. ഇല്ല, കൂടുതലും അന്യസംസ്ഥാന തൊഴിലാളികളാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കറിവ്. ഇപ്പോൾ മരിച്ച ആളുകളിലും അന്യസംസ്ഥാന തൊഴിലാളികളാണെന്നാണ് പറയുന്നത്. എന്തായാലും ഇനി കൂടുതൽ ആളുകൾ ആരെങ്കിലും അവിടെ നോക്കി അങ്ങനെയൊന്നും നമുക്കൊന്നും പറയാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതായത് എല്ലാം കൂടി കഴിയുമ്പോഴേ നമുക്കറിയാം. എന്തായാലും ജയരാജ് പറഞ്ഞതുപോലെ ഒരു വ്യക്തത ഇപ്പോഴും വരുന്നില്ല. കാരണം നേരത്തെ നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിരുന്നു. അവർ പറഞ്ഞത് 3 പേരുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നു. ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്ന മൃതദേഹങ്ങൾ 3 എന്നവർ പറയുന്നു. ഒപ്പം 5 പേരെ ഇനി കാണാനുണ്ടെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു. 9 പേര് വിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട് എന്നും അറിയിച്ചിരിക്കുന്നു. ഒരു വലിയ ജനക്കൂട്ടം ഇപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ട്. കാരണം അവർ ഈ കള്ളാടി ഭാഗത്തേക്ക് പോകാൻ നിൽക്കുന്ന ആളുകളാണ്. ഈ പാലം, മീനാക്ഷി പാലം പൂർണ്ണമായും ഗതാഗത യോഗ്യമല്ലാതായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പാലത്തിൽ പൂർണ്ണമായും മണ്ണ് മൂടിയിരിക്കുന്നു. അതിലേക്ക് വലിയ കോൺക്രീറ്റ് പാളുകളൊക്കെ വന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് ഈ ഭാഗത്തു നിന്നും മറുവശത്തേക്ക് പോകാൻ നാട്ടുകാർക്ക് കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് വലിയ തോതിൽ ആളുകൾ ഈ ഭാഗത്ത് വന്ന് നിൽക്കുന്നുണ്ട്. കാരണം രാവിലെ ജോലിക്ക് മറ്റുമായൊക്കെ അവർ പുറത്തേക്ക് ഇറങ്ങിയ ആളുകളാണ്. പക്ഷേ അവർക്ക് മറുഭാഗത്തേക്ക് പോകാൻ കഴിയുന്നില്ല, കള്ളാടി ഭാഗത്തേക്ക് പോകാൻ കഴിയുന്നില്ല. അവരുടെ വീടുകളിലും മറ്റുമൊക്കെ ആളുകൾ. നമുക്ക് ഒപ്പം എന്തായാലും ഒരു അമ്മ സാറേ, എനിക്കിപ്പോൾ ചൂരമല പുതിയ വില്ലേജ് കോളനി എനിക്ക് എത്തണം. എനിക്ക് മക്കളുണ്ട്, ആടുകുട്ടികളുണ്ട്. എനിക്ക് എൻ്റെ വീട്ടിലെത്തിയേ പറ്റുള്ളൂ. ഞാൻ ഇന്ന് ഓഫീസിൽ വർക്ക് വന്നാണ്. എന്റെ പുതിയ വില്ലേജ് കോളനി. അതുകൊണ്ട് എനിക്ക് എന്റെ വീട്ടിൽ എത്തണം. വീട്ടിൽ ആരൊക്കെ, കുട്ടികളൊക്കെ വീട്ടിൽ തനിച്ചുണ്ടോ? വീട്ടിലുണ്ട്. എനിക്ക് ചെറിയ മക്കളായിട്ടാണ്. അതുകൊണ്ട് എനിക്ക് എന്റെ വീട്ടിലെത്തണം. കുഞ്ഞിനെ ഇട്ടിട്ടാണ് ഞാനിപ്പോൾ വർക്കും ചെയ്യുന്നത്. എനിക്ക് എന്റെ മക്കളെടുത്തെത്തണം. അങ്ങോട്ട് പോകാനുള്ള വഴി, എനിക്ക് എന്തെങ്കിലും ഒരു സപ്പോർട്ട് എനിക്ക് ചെയ്തു തരണം സാറേ. എനിക്ക് സഹിക്കാൻ പറ്റില്ല. എന്തെന്ന് വെച്ചാൽ നമ്മളെ ഒരു വേദന നമ്മളെ തീർത്തിട്ടില്ല. അതിന്റെ മുന്നാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. നമുക്കറിയാം. അപ്പോൾ ഇതൊന്നും നമുക്കറിയില്ലല്ലോ. നമ്മൾ വന്ന് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ പോണ വയ്യാണ്. രാവിലെ വന്നപ്പോൾ ഒരു കുഴപ്പമില്ല. വൈകുന്നേരം 10-11 മണി 12 മണിയായപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട്
എനിക്ക് എൻ്റെ വീട്ടിൽ എന്നെ എത്തിച്ചേരണം. രാവിലെ ജോലിക്ക് പോയതാണല്ലേ? ആ, രാവിലെ ജോലിക്ക് പോയതാണ്. ആ സമയത്ത് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല? ഇല്ല. അന്നേരം ഇവിടെ റോഡ് പൈപ്പ് എടുത്ത് ഓസ് എടുത്തിട്ട് ഈ ചെളിയെല്ലാം കൂടെ ഓസ് എടുത്ത് അടിച്ചും കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും വെള്ളം മണ്ണുണ്ടായിരുന്നു റോഡിൽ? മണ്ണുണ്ടായിരുന്നു, ഇതേമാതിരി മണ്ണുണ്ടായിരുന്നു. റോഡിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്, റോഡ് ചെളി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ മേപ്പാടിൻ്റെ അപ്പുറത്ത് പകുതി വൈക്ക് എത്തിയപ്പോഴാണ് ഈ സംഭവം അറിയണത്. അപ്പോഴേക്ക് എൻ്റെ കുട്ടികൾ പറയുന്നുണ്ട്, അങ്ങനെ കുട്ടികൾ പറയുന്നുണ്ട്, അമ്മയ്യെ ഇന്നമാതിരി സംഗതി ഉണ്ട് എന്ന്. പിന്നെ ലാസ്റ്റ് പാലല്ല പുഴയല്ല, പിന്നെ അമ്മയ്യ എങ്ങനെ വരും എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾ അവിടെ കരച്ചില്ല. എൻ്റെ മക്കൾ അതിനും വലിയ കരച്ചില്ല. എനിക്ക് ചെറിയൊരു കുട്ടികളാണ്. വേറെ ആരെങ്കിലും ഉണ്ടോ വീട്ടില്? വീട്ടിലുണ്ട്, ചെറിയ കുട്ടിയുണ്ട്, എൻ്റെ ആങ്ങളെ മക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. ഇവരെന്താ പറയുന്നത്? വിടുന്ന കാര്യം പറയുന്നുണ്ടോ? കടത്തിവിടുന്ന കാര്യം? ആര് കടത്തി വിടുവോ? എല്ലാം പറഞ്ഞോ? കടത്തി വിടണ പറഞ്ഞ് എനിക്ക് എന്നെ കടത്തി വിട്ട് തരണം. എങ്ങനെയായാലും എന്നെ കടത്തി വിടാതെ എനിക്ക് ഒരു രക്ഷയില്ല. എനിക്ക് അതിനിടയ്ക്ക് 2 ആടുകുട്ടികളുണ്ട്. അതുങ്ങളൊക്കെ ഞാൻ പൈസ കൊടുത്ത് ഞാൻ ഇതേ ഉണ്ടാക്കിയിട്ടാണ് ഉണ്ടാക്കി. എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. എൻ്റെ ഭർത്താവ് ഉണ്ടാക്കി തന്ന സാധനമാണ്, അതൊക്കെ നശിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് എന്നെ ഒന്ന് രക്ഷിക്കണം. എന്തായാലും നമ്മൾ അതിനുള്ള ശ്രമം നോക്കാം കേട്ടോ. അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്താം ഇക്കാര്യം. അവരോട് പറയാം. ഈ നിൽക്കുന്ന ആളുകളൊക്കെ, നിങ്ങളൊക്കെ അപ്പുറത്ത് പോകാൻ നിൽക്കുന്നവരാ? എല്ലാരും പോകാൻ നിൽക്കുന്നത് വീട്ടിലേക്ക് പോകാൻ നിൽക്കായിരിക്കും. വീട്ടിലേക്ക് പോകാൻ നിൽക്കുന്നത്. ഇത് നമ്മള് പറഞ്ഞാൽ ചെറിയ കുട്ടികൾ വരെ വീട്ടിലുള്ളതാണ്. അവർ ഒറ്റക്കാണ് വീട്ടിലുള്ളത്. ചെറിയ കുട്ടികളെ അപ്പുറത്ത് വീട്ടിലാക്കിയിട്ട് വന്നിക്കുക. കുട്ടികളെപ്പോൾ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട് ഇവിടെ. പാരന്റ്സ് അവിടെയും കുട്ടികൾ ഇവിടെയും, കുട്ടികൾ അവിടെയും പാരന്റ്സ് ആണ് കുറെ കുട്ടികളുണ്ട് ഇവിടെ. എല്ലാവരും അവിടെ കടത്തി വിടുന്ന തന്നെയല്ല, കുടുങ്ങി കിടക്കുന്നുണ്ട്. അവിടുന്ന് കുറെ ആളുകൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. ഇങ്ങോട്ടും വരുന്നുണ്ട്, ഇവിടുന്ന് അങ്ങോട്ടും വരുന്നുണ്ട്. പക്ഷെ ഇവിടുന്ന് ഒരാൾ കൂടെ അങ്ങോട്ട് പോയിട്ടില്ല. ഇവിടെ കുറെ ആൾക്കാർ, ഇത്രയും ആൾക്കാർ പോകുന്നുണ്ട്. ഇത് കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ ആനശല്യം ഉണ്ട്. നടന്നു പോകാറുണ്ട്. ഇപ്പൊ ആണെങ്കിൽ നടന്നെങ്കിലും പോവാം. ഈ കുറച്ച് കഴിഞ്ഞാൽ ആന ഇറങ്ങി ആർക്കും നടന്നു പോകാനേ പറ്റൂല. വീട്ടിൽ കുട്ടികൾ ഇരിക്കുന്ന കാരണം ഇവിടെ നിൽക്കുന്നവർക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. എല്ലാവരും മഴയുടെ പ്രശ്നം, എല്ലാവരും അവിടേക്ക് പോകാൻ നിൽക്കുന്നതാണ്. മഴയുടെ പ്രശ്നമൊന്നുമില്ലല്ലോ അവിടെ? മഴയുടെ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ മഴ കുറവുണ്ട്. പക്ഷേ ഇതാണ് അവസ്ഥ. കുട്ടികളെല്ലാവരും ഒറ്റയ്ക്കാണ്. നമുക്ക് അവിടെ എത്തിയേ പറ്റുള്ളൂ. പക്ഷെ ആ പാലം ഭയങ്കര മോശമായിട്ട് കിടക്കാണ്. പാലം മോശമാണ്. പക്ഷേ നമ്മളെ ഫാമിലീസ് ഫുൾ അവിടെയാണ്. നമ്മളവിടെ എത്താൻ അവിടെ നടക്കൂലല്ലോ. കുട്ടികളും ചെറിയ കുട്ടികളൊക്കെ അവിടെയാണ്. വേറെ നമുക്ക് പോകാനും വേറെ സ്ഥലമില്ല. അവിടെ തന്നെ എത്തണം. രേണുക, അതൊരു പ്രതിസന്ധിയായി നിൽക്കുന്നു. കാരണം ആ പാലം അങ്ങേയറ്റം അപകടകരമായ അവസ്ഥയിലാണ്. കോൺക്രീറ്റ് പാളികളൊക്കെ ആ പാലത്തിന്റെ മുകളിലേക്ക് വന്നിരിക്കുന്നു. മണ്ണ് പൂർണ്ണമായി ആ പാലത്തിലേക്ക് വന്ന് അടിഞ്ഞിരിക്കുന്ന സാഹചര്യം. രക്ഷാപ്രവർത്തകർ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് അവിടെ നിൽക്കുന്നത്. തോളിലേച്ചിയും മറ്റുമൊക്കെ നേരത്തെ കുറച്ചധികം കുട്ടികളെയും മറ്റ് മുതിർന്നവരെയൊക്കെ കൈപിടിച്ച് പുറത്തേക്ക് അവരെത്തിച്ച് ക്യാമ്പുകളിലേക്കൊക്കെ മാറ്റിയിരുന്നു. അപ്പോഴാണ് ഈ ഭാഗത്തു നിന്നും ജോലിക്കായി മറ്റുമൊക്കെ പുറത്തേക്ക് വന്ന ആളുകൾക്ക് അവരുടെ വീടുകളിലേക്ക് പോകേണ്ട സാഹചര്യം. ഈ 96 വയസ്സുള്ള അമ്മ വീട്ടിലുള്ള ആളുകളുണ്ട്, കുഞ്ഞുങ്ങളെ അയൽപക്കത്ത് ഏൽപ്പിച്ചിട്ട് വന്ന ആളുകളുണ്ട്, ശയ്യാവരമ്പരായ രോഗബാധിതരായി കിടക്കയിൽ തന്നെ കിടക്കുന്ന ആളുകളുണ്ട്. ഒരുപക്ഷെ ഇവർ ചെന്നിട്ട് വേണമായിരിക്കാം അവരെ നോക്കാൻ അയൽവാസി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.